ഇത്തവണ ജനങ്ങൾ തൃശൂർ തനിക്ക് തരുമെന്ന് ആവർത്തിച്ച് സുരേഷ് ഗോപി. കഴിഞ്ഞ തവണ മത്സരിക്കാനാണ് വന്നതെങ്കിൽ ഇത്തവണ വന്നത് വിജയിക്കാൻ വേണ്ടിയാണ്. നടൻ എന്നതിലുപരി രാഷ്ട്രീയ സേവകൻ എന്ന നിലയ്ക്കാണ് തൃശൂർക്കാർക്ക് താൻ പരിചിതനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ സ്ഥാനാർത്ഥിയിൽ സുരേഷ് ഗോപി നമുക്കൊപ്പം ചേരും. ബലാബലം എന്ന് പറയുന്ന അവസ്ഥയല്ല, വമ്പിച്ച ബലമായിരിക്കും ഇന്ത്യൻ ജനത നൽകുന്നത്. ഞാൻ കഴിഞ്ഞ 7 വർഷം 8 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഇത് കണക്കുകൂട്ടലാണ്, സ്വപ്നമല്ല. പോയി ഡൽഹിയിൽ നോക്കണം സർ. ഇത്തവണ തൃശ്ശൂർ എനിക്ക് അവർ തന്നിരിക്കും. തൃശ്ശൂരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുകയാണ്. BJP കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ BJP സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, സുരേഷ് ഏട്ടാ, ഈ ഒരു അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിനോടൊപ്പം ഈ ഇലക്ഷൻ്റെ ചൂടും വർദ്ധിക്കുകയാണ്. അപ്പോൾ എങ്ങനെ കാണുന്നു ഈ സ്ഥാനാർത്ഥി? തുടക്കമേ ആയിട്ടുള്ളൂ. അതിങ്ങനെ ഇനി വർദ്ധിച്ചു വരും. നല്ല രാഷ്ട്രീയ ചൂടായിരിക്കും. ചർച്ചകളെല്ലാം ആരോഗ്യപൂർണമായ ചർച്ചകളാണ് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം ചർച്ച ചെയ്യുന്നത്, അത് ഞങ്ങൾക്ക് സാധകമാകുന്നതായാലും ശരി തന്നെ, ഞങ്ങൾക്കെതിരാകുന്നതായാലും ശരി തന്നെ, ചർച്ചയാണ് വരേണ്ടത്. ആ ചർച്ചയിൽ ജനങ്ങൾക്ക് വിലയിരുത്തുന്ന ഒരവസ്ഥ ഉണ്ടാവണം. ആ വിലയിരുത്തലിൽ ഭാരതീയ ജനതാ പാർട്ടി NDA നയിക്കുന്ന കേന്ദ്ര സർക്കാരിന് ബലാബലം എന്ന് പറയുന്ന അവസ്ഥയല്ല, വമ്പിച്ച ബലമായിരിക്കും ഇന്ത്യൻ ജനത നൽകുന്നത്. അതിനോടൊപ്പം ചേർന്ന് കേരളത്തിൻ്റെ നിശ്ചയങ്ങളും നിൽക്കണേ, പുതിയ എഴുത്ത് കുറിച്ച് വരണേ എന്ന പ്രാർത്ഥനയാണ്. സുരേഷ്, ഈ മണ്ഡലം നോക്കുമ്പോൾ എന്തൊക്കെ ഒരു അനുകൂല്യങ്ങളാണ് ശരിക്കും ഈ ഒരു മണ്ഡലത്തിൽ നിന്ന് സുരേഷ്? അങ്ങനെയുള്ള വിലയിരുത്തലില്ല. മണ്ഡലം ആണ് നോക്കേണ്ടത്. എന്താണ് 5 വർഷം സംഭവിച്ചത്? അതിന് മുമ്പിലത്തെ വേറൊരു പാർട്ടി പ്രതിനിധിയെ അയച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതല്ലാതെ ഒരു പുതിയ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാം വിലയിരുത്തിയാൽ മതി. അവരുടെ പുതിയ നിശ്ചയം എന്ന് പറയുന്നത് മാറ്റത്തിൻ്റെ നിശ്ചയമാണെന്നാണ് അറിയുന്നത്. ഞാൻ അതേ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ കഴിഞ്ഞ 7 വർഷം 8 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. 2019 മുതൽ ഉറപ്പായിട്ടുമുണ്ട്. അതിനു മുമ്പ് ഇവിടെ അല്ലാതുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ വന്നിട്ടുണ്ട്. 2014 അവസാനം 15 മുതൽ ഞാനിവിടെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ, നടനെന്ന നിലയ്ക്ക് എന്നെ ഇപ്പോൾ പരിചയം കുറവാണ്. ഒരു രാഷ്ട്രീയ സേവകൻ അല്ലെങ്കിൽ സേവാ പ്രവർത്തകൻ എന്ന നിലയ്ക്കുള്ള പരിചയം വളരെ കൂടുതലാണ്. അതിൻ്റെ പേരിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതാണ് എൻ്റെ ആത്മവിശ്വാസം. ഇപ്പോഴും അന്നും ഞാൻ പറയുന്നു, അന്ന് ഞാൻ മത്സരത്തിനാണ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്രാവശ്യം ഞാൻ പറയുന്നു, വിജയിക്കാൻ തന്നെയാണ് ഈ വരവ്. കാരണം ആ വിജയം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ എൻ്റെ വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. അത് സംഭവിക്കട്ടെ. തീർച്ചയായിട്ടും സുരേഷ് ഏട്ടാ, വലിയൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കുകയാണ്, ഇത്തവണ തൃശ്ശൂർ എന്തായാലും എടുക്കുമോ? ഇത്തവണ തൃശ്ശൂർ എനിക്ക് അവർ തന്നിരിക്കും. ഓക്കെ അല്ലേ? ഒരു കാര്യം കൂടി സുരേഷ് ഏട്ടാ, ഈ ഒരു ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ വന്നു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ഈ ഒരു മണ്ഡലത്തിൽ ചെയ്യാനുള്ളത് എന്ന് തോന്നുന്നു? അല്ല, കൊച്ചി മെട്രോ എന്ന് പറയുന്നത് തെക്കോട്ട് ഏതാണ്ട് കായംകുളം വരെയും വടക്കോട്ടും കിഴക്ക് വടക്കോട്ടും നമ്മുടെ അയൽ സംസ്ഥാനമായ കോയമ്പത്തൂർ വരെയും അതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ട് അടുത്ത 5 വർഷത്തിനുള്ളിൽ നെടുമ്പാശ്ശേരി വഴി ചാലക്കുടി വരെയെങ്കിലും എത്തിച്ചാൽ മാത്രമാണ് മെട്രോ റെയിലിന് ഒരു പൂർണ്ണ ലാഭകരമായ ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധിക്കും. മാത്രവുമല്ല, മെട്രോ എന്ന് പറയുന്നത് വന്നത് തന്നെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്ന തരത്തിൽ വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, റോഡിൽ വണ്ടികൾ ഐഡിൽ ചെയ്ത് വരുന്ന സ്മോക്ക് എമിഷൻ വഴിയുള്ള ഫോസ്ഫറസിൻ്റെയും സൾഫറിൻ്റെയൊക്കെ ഒട്ടും അഭികാമ്യമല്ലാത്ത കാർബൺ മോണോക്സൈഡ് അടക്കമുള്ള ദുർവാതകങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു. വല്ല കുറവുണ്ടായ ആരെങ്കിലും ഇവിടുന്ന് അങ്കമാലിയിൽ നിന്ന് ആലുവയിൽ കൊണ്ട് കാറ് പാർക്ക് ചെയ്തിട്ട്, കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ?
പാർക്ക് ചെയ്തിട്ട് ഈ ട്രെയിനിൽ കയറി കൊച്ചി വരെ പോവോ? ഇല്ല. അതേസമയം കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർക്ക് പാലക്കാട് നിങ്ങളൊരു പാർക്കിംഗ് ഗ്രൗണ്ട് ഒരുക്കിയ ആ പാർക്കിംഗ് ഗ്രൗണ്ടിനെ പറ്റി എല്ലാം മനസ്സിൽ ധാരണയുണ്ട്. അതുകൊണ്ടായി പറയുന്നത്. തൃശ്ശൂർ വരെയെങ്കിലും വണ്ടി ഓടിച്ച് വന്ന അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ പാർക്ക് ചെയ്ത് ഒരു മെട്രോ റെയിലിൽ കയറി കൊച്ചി വരെ പോയി വരാൻ എത്ര ആയിരം കാറുകൾ വരുമെന്ന് നിങ്ങൾ ചുമ്മാ ഒരു വെർച്വൽ റിയാലിറ്റിയിൽ ഒരു കണക്കെടുത്ത് നോക്കൂ. പാർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ കൊണ്ട് ചെന്ന് ഒട്ടും മണ്ണിന് ചേരാത്ത മണ്ണ് കൊണ്ട് ചെന്നിട്ട് പാലങ്ങളും റോഡുകളും എല്ലാം ഉണ്ടാക്കി വയലേലകളെല്ലാം നശിച്ചു പോയി. അതിൻ്റെ നെല്ലുൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ലാതായി പോയി, വെള്ളക്കെട്ടുകളായി മാറി കിടക്കുന്ന ഒരുപാട് പറമ്പുകൾ നിങ്ങൾക്ക് ഈ ബൈപ്പാസിൽ കാണാൻ പറ്റും. തൃശ്ശൂർ മണ്ണുത്തി പാലിയേക്കര വഴി പോകുന്ന പിന്നെ പുതുക്കാട് മുതൽ മണ്ണുത്തി വരെയുള്ള ബൈപ്പാസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ എവിടെങ്കിലുമാണ് റെയിൽവേ യാർഡെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർ, തിരുപ്പൂരിൽ നിന്ന് വരുന്നവർ കാർ ഇട്ടിട്ട് കൊച്ചി വരെ പോയി വ്യാവസായികമായ മുന്നേറ്റം നമുക്ക് കേരളത്തിനുണ്ടാക്കുന്ന തരത്തിൽ യാത്രാ സൗകര്യമെന്ന് പറയുന്നത് പൂർണ്ണമായി വിനിയോഗിച്ചാൽ കൊച്ചി മെട്രോയും ഒരു മാസം 2 കോടി ലാഭം ഉണ്ടാക്കുന്ന പ്രസ്ഥാനമാക്കി മാറ്റാൻ പറ്റും. ചില രാഷ്ട്രീയ രാഷ്ട്രവിരുദ്ധന്മാരുണ്ടല്ലോ, അവർ ചോദിച്ചാൽ എന്ത് പൊട്ടത്തര പറയുന്നത്, അടുത്ത സ്റ്റേറ്റിലേക്കോ കൊച്ചി മെട്രോ? പോയി ഡൽഹിയിൽ നോക്കണം സർ. ഡൽഹി മെട്രോ എന്ന പേരിൽ തന്നെ ഹരിയാനയിലാണ് പോകുന്നത്, UP-യിലാണ് പോകുന്നത്. എത്ര പേരാണ് അതിനകത്ത് സഞ്ചരിക്കുന്നത്? അവിടുത്തെ ലാഭം എത്രയാണ്? ശ്രീധരൻ സാറിനോട് പോയി ചോദിക്കുക. കേരളയിൽ കൊണ്ടുവന്ന് കുറ്റിയിട്ട പോലെ ഒരു മനുഷ്യൻ്റെയും നെഞ്ചത്ത് കുറ്റിയിടണ്ട, അവൻ്റെ തല വെട്ടി ഓവർഹെഡ് റെയിൽ ലൈനും ഇടണ്ട, മണ്ണ് തുരന്ന് ജല ഒഴുക്ക് തടയണ്ട. ഈ ഇലക്ഷനിൽ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. രാഷ്ട്രത്തിൻ്റെ വികസനം, കേരളം എത്രമാത്രം ആ രാഷ്ട്ര വികസനത്തിൽ ഒട്ടിച്ചേർന്ന് നിന്നു, അപാകതകൾ എന്തൊക്കെയായിരുന്നു, ആ അപാകതകളിൽ തിരുത്തൽ വരണം എന്നെനിക്ക് ജനങ്ങളോട് സമ്മതിക്കാൻ സാധിക്കണം. അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമോ അന്തരീക്ഷമോ നശിപ്പിക്കണം എന്ന് മാത്രമാണ് എവരുടെയൊക്കെ ഉദ്ദേശം. തീർച്ചയായിട്ടും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് സുരേഷ് ഗോപി നമ്മോട് പങ്കുവച്ചത്. ഇതിൽ നിന്നും ലഭിക്കുന്ന സൂചന തൃശ്ശൂരിൽ വലിയ ഒരു മത്സരം ഉണ്ടാകും എന്ന് തന്നെയാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം ഹരീഷ് നാരായൺ, അമൃത ന്യൂസ്.